മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താൻ സഹായിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും സ്വാർത്ഥരായിരിക്കില്ല. സത്യത്തിൽ അവരെയാണ് നിങ്ങൾ എപ്പോഴും കൂടെ ചേർത്ത് നിർത്തേണ്ടത്. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണീരിനും പിന്നിലെ കാരണം അവരല്ല എന്ന് കാണിക്കലാണ്. ഭക്തരെ, മനുഷ്യനായാൽ മാറും. മാറ്റം എല്ലാവർക്കും അനിവാര്യമാണ്. പക്ഷേ നിങ്ങളെ സ്നേഹിച്ചവരെ, നിങ്ങളെ സഹായിച്ചവരെ, നിങ്ങളെ പരിഗണിച്ചവരെ, നിങ്ങളോടൊപ്പം സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേർന്നവരെ മറന്നുകൊണ്ടാവരുത് നിങ്ങളുടെ മാറ്റങ്ങൾ. വീഴ്ചകളിൽ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ, ആപത്തിൽ സഹായിക്കുന്നില്ലെങ്കിൽ, പിന്നെ ബന്ധങ്ങൾക്കവിടെ പ്രസക്തിയില്ല. ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ പരിഗണനയാണ്. നിങ്ങളെ പരിഗണിക്കുന്നിടത്താണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മനസ്സ് വെമ്പുന്നത്. ഭക്തരെ, ദാരിദ്ര്യവും കഷ്ടപ്പാടും അറിഞ്ഞു വളർന്ന തലമുറയിലെ സ്നേഹത്തിന് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ഇന്ന് ഈ സ്വാർത്ഥതയുടെ ലോകത്ത് അതെല്ലാം ഒരു പ്രഹസനം മാത്രമായിരിക്കുന്നു. ഭക്തരെ, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കൈകളിലെ പാവയെപ്പോലെയായിരിക്കും. അവകാശികളില്ലാത്ത ഒന്നേയുള്ളൂ ഈ ലോകത്ത്: നിങ്ങളുടെ ദുഃഖങ്ങൾ. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ തന്നെ അനുഭവിച്ച് തീർക്കണം. ആരും ദുഃഖങ്ങൾക്ക് അവകാശം പറഞ്ഞു വരില്ല. ഭക്തരെ, ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ട്. പുറമേ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുണ്ട്. ചിലയിടത്ത് ബുദ്ധി ജയിക്കും, ചിലയിടത്ത് ശക്തി ജയിക്കും. എന്നാൽ ബന്ധങ്ങളിൽ മിക്കപ്പോഴും ജയിക്കുന്നത് ക്ഷമയായിരിക്കും. കടന്നു പോകുന്ന വഴികൾ ഓർത്തു വയ്ക്കുക. ചിലത് വീണ്ടും നടക്കാനുള്ളതാണ്, മറ്റു ചിലത് ഇനിയൊരിക്കലും നടക്കാതിരിക്കാനും. ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. അത് അഹങ്കാരം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടുമല്ല. ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്നൊരു വെളിച്ചമോ കാറ്റോ വരാൻ ഒരു സാധ്യതയുമില്ല, ചില മനുഷ്യരെ പോലെ. ഭക്തരെ, സ്നേഹിക്കാൻ അറിയാതെ പോകുന്നത് ജീവിതത്തിലെ നഷ്ടമാണ്. അതിലും വലിയ നഷ്ടമാണ് സ്നേഹിക്കുന്നവരെ അറിയാതെ പോകുന്നത്. നിങ്ങൾ ചെയ്യുന്ന 100 ശരികൾ കാണാത്തവർ നിങ്ങൾക്കറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കും. നിങ്ങളെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും നിങ്ങളെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയും നിങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്താതിരിക്കുക. അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം മങ്ങിത്തുടങ്ങിയെന്ന് അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും. ഭക്തരെ, നഷ്ടപ്പെട്ടതിനെ സ്നേഹിക്കാൻ ജീവിതം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഉള്ളതിനെ സ്നേഹിക്കാൻ പഠിക്കുക. പാവമായതുകൊണ്ട് മാത്രം പാവയായി പോയ ചിലരുണ്ട്. അവരാണ് ശരിക്കും നല്ലത് ചെയ്തിട്ടും ജീവിതത്തിൽ തോറ്റുപോയവർ. താങ്ങി നിർത്താൻ ആരുമില്ലെന്ന തിരിച്ചറിവിൽ ജീവിക്കുക. എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് തളരാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തരെ, ഓർമ്മപ്പെടുത്തി ആരെയും കൂടെ നിർത്തേണ്ടതില്ല. നിങ്ങൾ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ പറയാതെ തന്നെ കൂടെയുണ്ടാകും. പറഞ്ഞു തരുന്നതിന് അറിഞ്ഞു തരുന്നതിൻ്റെ ആയുസ്സോ ആത്മാർത്ഥതയോ ഉണ്ടാകണമെന്നില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.